നമസ്കാരം. ശോഭ സുരേന്ദ്രൻ പിന്നെ നമ്മളെ കെ സുരേന്ദ്രൻ BJPയിലെ പ്രമുഖരായ രണ്ട് നേതാക്കന്മാരാണിവർ. ശോഭാ സുരേന്ദ്രൻ ശരിക്കും കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ടതാണ്. എന്നാൽ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയ ആളാണ്. കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയ ശേഷം പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പ്രമുഖരായ നേതാക്കന്മാരൊക്കെ വെട്ടിമാറ്റുന്ന പരിപാടിയായിരുന്നു. അദ്ദേഹം വലിയ കുത്തക മുതലാളിമാരുമായി ഒന്നിച്ചു. അതേപോലെ പിണറായി വിജയനെ ഒന്നിച്ചു. പിണറായി വിജയന് വേണ്ടി ഓശാന പാടുന്ന ഒരാളായി മാറി. അദ്ദേഹമാണ് നേരത്തെ നയതന്ത്ര പാക്കേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയപ്പോൾ പിണറായിയും ഭാര്യയും മക്കളൊക്കെ കുടുങ്ങും ജയിലിലാവുമെന്ന് വിളിച്ചു പറഞ്ഞത്. അതേപോലെ ഡോളർ കടത്തിനെ കുറിച്ചും ഒക്കെ വിളിച്ചു പറഞ്ഞ അദ്ദേഹമാണ്. ലൈഫ് മിഷൻ തട്ടിപ്പിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞ ഒക്കെ അദ്ദേഹമാണ്. ഈ വിളിച്ചു പറയുന്നത് എന്തിനാണ്? വലിയ തോതിൽ സെറ്റിൽമെന്റ് ആണ്. അദ്ദേഹം പിണറായി വിജയനായി ധാരണയായി. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പിണറായി വിജയൻ അദ്ദേഹത്തെ വിജയിപ്പിച്ചു കൊടുക്കാൻ, ബാക്കിയുള്ളത്ത് CPM-നെ അടുത്ത പക്ഷേ വിജയിപ്പിച്ചു കൊടുക്കാൻ ധാരണയായെങ്കിലും മഞ്ചേശ്വരത്ത് നടന്നില്ല. ഇത്തവണ അവിടെ എന്താ സ്ഥിതി എന്നുള്ളത് കൃത്യമായി ഈ പറയുന്ന ഇന്റർവ്യൂവിൽ ശ്രീ രാജ്മോഹൻ, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനാണ്, അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയും. അതോടൊപ്പം ഞാൻ പാലക്കാട് പോയ ആളാണ്. പാലക്കാട് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് അറിയോ? UDF-ന്റെ പ്രധാനപ്പെട്ട അവിടെയുള്ള ഒരു നേതാവാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, അവിടെ അടിത്തട്ട് വരെ പോയപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത്. 43,000 വോട്ട്, 43,000 വോട്ട് ബേസിക് ആയിട്ട് BJPക്ക് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ ആവറേജ് ഒരു 15,000 വോട്ടോളം പിടിക്കുമ്പോൾ 58,000-60,000 വോട്ട് അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് ഉള്ളത്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇവിടത്തെക്കുറിച്ച്, മഞ്ചേശ്വരത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ഇന്റർവ്യൂ ആണ് ശ്രീ രാജ്മോഹനുമായി ഞാൻ നടത്താൻ പോണത്. നമുക്ക് അതും കൂടി കേൾക്കാം. നമസ്കാരം. നമസ്കാരം. നമുക്ക് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തേക്ക് പോകാം. മഞ്ചേശ്വരം ഏറ്റവും അധികം കേരളത്തിന്റെ വടക്കേ അറ്റമാണ്. അവിടെ നിന്നാണ് എല്ലാവരും ജാഥകളൊക്കെ തുടങ്ങിയത്. നമ്മുടെ VD സതീശനും അവിടെ നിന്നാണ്, കുമ്പളയിൽ നിന്നാണ് ജാഥ തുടങ്ങി. വലിയ ജനക്കൂട്ടമായിരുന്നു എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കെ സുരേന്ദ്രൻ 800-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തോറ്റുപോയത് അഷ്റഫിനോട്. ഇത്തവണ എന്തായി തീരുമാനം? അവിടെ കെ സുരേന്ദ്രനെ പറ്റി രണ്ട് തരത്തിൽ പറയും. ഒന്ന്, ഒരു ദൗർഭാഗ്യവാനായ രാഷ്ട്രീയക്കാരനാണ്. രണ്ട്, അഹങ്കാരിയായ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പറയേണ്ടി വരും. പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ സുരേന്ദ്രനെ വേട്ടയാടുന്ന ഒരു വിഭാഗം BJPയിലുണ്ട്. കാരണം സുരേന്ദ്രനും മുരളീധരനൊക്കെ കൂടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരോട് കാണിച്ച നെറുകേടുകളുടെ ഒരു കഥയുണ്ട്. അവർക്ക് സ്ഥിരം സീറ്റ് കൊടുക്കാതിരിക്കുക, അവിടെ എവിടെയെങ്കിലും തോട്ടുണ്ടാക്കുക, ഉടനെ ആ സീറ്റിൽ നിന്ന് അവരെ മാറ്റുക. ഇങ്ങനെയുള്ള സംഘടനാ ലെവലിൽ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരെ ദ്രോഹിച്ചാണ് സുരേന്ദ്രൻ നിൽക്കുന്നത്. ഇത്തവണ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ശബരിമല കാലത്ത് 2 ഹെലികോപ്റ്റർ പിടിച്ചാണ് 2 സീറ്റിൽ മത്സരിച്ച്. ഓർക്കണം, സ്വയം ഞാൻ വലിയ പുള്ളിയാണ്, മോഡിയുടെയൊക്കെ ഒപ്പമുള്ള ആളാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളാണ്. ആ സങ്കല്പത്തിൽ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം പത്തനംതിട്ടയിലും ഇവിടെ ജില്ലയിലും കണ്ണൂർ കാസർഗോഡുമായിട്ട് കറങ്ങി നടന്നത്. അപ്പോൾ ഇവിടെ ഇത്തവണ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ BJPക്ക് നേരിയ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു സീറ്റായിരുന്നു ശരിക്കും കാസർഗോഡ്, മഞ്ചേശ്വരം. പക്ഷേ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ അതൃപ്തി ഉള്ള BJP പ്രവർത്തകരുടെ എണ്ണം കൂടുതൽ വളരെ കൂടുതൽ. സുരേന്ദ്രൻ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ, അല്ലെങ്കിൽ 745 അല്ലെങ്കിൽ 89 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വരെ സുരേന്ദ്രൻ തോറ്റ കാലമുണ്ട്. 100 താഴെ. അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം ഏതെങ്കിലും സീറ്റിൽ BJPക്ക് കുറച്ച് വോട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവിടെ ജയിക്കാമെന്നുള്ള സാധനങ്ങൾ ഉടനെ ആ സീറ്റിലേക്ക് ഓടുക. ആർത്തി, നമ്മൾ പറയുന്ന ദുരാഗ്രഹം എന്ന് നമ്മൾ ആർത്തിയാണ്. എവിടെയെങ്കിലും ജയിക്കണം. അങ്ങനെയാണ് ഒരു BJPയുടെ തകർച്ചയ്ക്ക് കൂടുതൽ കാരണമായി കേരളത്തിൽ. പിന്നെ പിണറായി വിജയനെ വളർത്തിയതിന് അത് ഒത്തിരി BJP പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. വളർത്തിയതിൽ ചെറിയ അതായത് സ്വർണ്ണക്കള്ളക്കടത്തിൽ, അതായത് നയതന്ത്ര പാക്കേജ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയനും മക്കളും ഭാര്യയൊക്കെയാണ് അതിൻ്റെ പ്രതികൾ. അവർ അറസ്റ്റിലാകുമെന്ന് ആദ്യം വിളിച്ച് പറഞ്ഞത് സുരേന്ദ്രൻ. കുഴൂർ ബാങ്ക്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കഥകളെല്ലാം ഒതുക്കുന്നതിലും പിണറായി വിജയനെ ധാരണയുണ്ടാക്കി അദ്ദേഹം ഈ കേസ് ഒതുക്കിയിട്ട് കിട്ടാവുന്ന പൈസ വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറയുന്ന ആരോപണവും വേറെ BJPക്കാരാണ്. പക്ഷെ ഒരു സത്യമുണ്ട്, പിണറായി വിജയനെതിരെയുള്ള കേസുകൾ സുരേന്ദ്ര കാലത്ത്
ഒരു പ്രശ്നവുമില്ലാതെ പോയി. കേരളം മുഴുവൻ കത്തിക്കാവുന്ന രൂപത്തിലുള്ള സംഭവമായിരുന്നു. കേരളത്തിൽ BJPക്ക് വളരാവുന്ന ഏറ്റവും വലിയ സാഹചര്യമാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത്. അതിലൊന്ന് നയതന്ത്ര ബാഗേജിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത് നടന്നതും ആദ്യം വിളിച്ചു പറഞ്ഞത് സുരേന്ദ്രനാണ്. പിന്നെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ പിണറായി വിജയനാണ് പ്രതി, കൃത്യമായിട്ട് പറഞ്ഞതാണ്. പിന്നെ കരിമണൽ കർത്തയുമായിട്ടുള്ള കേസ് അത് ക്ലിയർ ആണ്. എന്താ പിന്നെ തൊടാതിരുന്നത്? ലാവലിംഗ് കേസ് ഞാൻ തന്നെ സുരേന്ദ്രനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ ഇവിടെ ഇങ്ങനെ സുപ്രീം കോടതി ഇങ്ങനെ പ്രശ്നമുണ്ട്, പിന്നെ എന്റെ ഫോണേ എടുത്തില്ല, എന്നെ തിരിച്ചു വിളിക്കണ്ടേ? BJPക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമല്ലേ? സുപ്രീം കോടതി ലാവലിംഗ് കേസിൽ വിധി വന്നാൽ, അദ്ദേഹം വിചാരണ നേരിടേണ്ടി വന്നാൽ, പിണറായി വിചാരണ നേരിടേണ്ടി വന്നാൽ എന്തായിത്തീരും? ഇവിടെ BJP വളരും. ഇവിടെ ഈ കേസുകളിലൊക്കെ പിണറായിയോ മക്കളോ അറസ്റ്റിലായാൽ ഇവിടെ BJP വളരും. BJP വളരുന്നതിനേക്കാൾ അപ്പുറം സുരേന്ദ്രൻ കാശുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എന്നുള്ളതാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്തിന്? ഇതിനെതിരെ പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തിയ ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റുന്ന പരിപാടിയിലായിരുന്നു സുരേന്ദ്രൻ. അപ്പൊ BJPയിലെ കണ്ണൂരിലെയും കാസർഗോഡെയൊക്കെ BJP പ്രവർത്തകർ സുരേന്ദ്രനെതിരായി തീർന്നുണ്ടെങ്കിൽ കുറ്റം പറയാമോ? അവരൊക്കെ തന്നെ പിണറായി വിജയനെതിരാണ്, CPM-നെതിരാണ്. അങ്ങനെയുള്ള ആളുകൾ മഞ്ചേശ്വരത്ത് കൂടുതലാണ്. പ്രത്യേകിച്ചും അവിടെ അശ്വനി എന്ന് പറയുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഇവർ വരുന്ന പോലും എനിക്കറിയില്ല. മഞ്ചേശ്വരം മത്സരിക്കുമ്പോൾ എന്നോട് പറയണ്ടേ? അവിടെ വലിയൊരു സംഘം BJPക്കുള്ളിൽ വലിയൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് രണ്ടാമത്തെ കാര്യം, ഇത്തവണത്തെ നമ്മൾ കഴിഞ്ഞ തവണ 800ഓളം വോട്ടിനാണ് അദ്ദേഹം തോറ്റതെങ്കിൽ പിന്നീട് തന്ന ലോക്സഭാ ഇലക്ഷനിൽ 17,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്കുണ്ടായി? രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായി. UDF തദ്ദേശത്തിലോ 20,000 മാറി. അപ്പൊ ഈ 20,000 മാറിയ സ്ഥലത്ത് സുരേന്ദ്രൻ വരുമ്പോൾ BJPക്കുള്ളിലുള്ള വോട്ട് കൂടി ഇങ്ങോട്ട് മറിയുമ്പോൾ പിന്നെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇയാൾ BJPക്കാരൻ വിജയിക്കുന്ന CPM-ന്റെ അണികൾ പോലും ആർക്ക് വോട്ട് ചെയ്യും? അഷ്റഫിന് വോട്ട് ചെയ്യും, UDF-ന് വോട്ട് ചെയ്യും. അവിടെ കമ്മ്യൂണിസ്റ്റ് വിമതരുടെ വോട്ടുണ്ട്. ഇപ്പോഴത്തെ പയ്യന്നൂരൊക്കെ സ്വാധീനം അങ്ങോട്ട് ചെല്ലും. ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് മഞ്ചേശ്വരം. ഞാൻ ഇവിടെ ഒരു 5,000 വോട്ട് പറഞ്ഞാൽ 10,000 ഇല്ലേ? ആ രീതിയിലാണ് അവിടെ ഭൂരിപക്ഷം. സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല. ഇത്തവണ ഒരു 5,000 വോട്ടെങ്കിലും BJP വോട്ടുകൾ മറിയുമെന്നുള്ള ഒരു ധാരണ അവിടെ തന്നെ ഉണ്ട്. CPM-ന് പോകില്ല, UDF-നെ കിട്ടും. അത് CPM എന്നുള്ള വോട്ടും ഒരു 5,000 കൂടി മാറുമ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കഴിഞ്ഞ വർഷത്തെ തദ്ദേശത്തിൽ കിട്ടുമ്പോൾ 10-30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേന്ദ്രൻ തോൽക്കാനാണ് സാധ്യത. ഇനി സുരേന്ദ്രൻ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം മുമ്പ് സുരേന്ദ്രനോട് ഈ ക്രൈമിന്റെ പ്രത്യേക ലക്കം ഇറക്കി കൊടുത്ത ആളാണ് ഞാൻ. ലാവ്ലിംഗ് കേസ് ഉള്ളപ്പോൾ അതിനെതിരെ ഏറ്റവും പോരാട്ടം നടത്തിയ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രൻ. പക്ഷെ അതൊക്കെ വാചകം വേണ്ടി മാത്രമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അവിടെ ആദ്യമായി മത്സരിച്ചപ്പോൾ ഞാൻ ക്രൈമിന്റെ സ്പെഷ്യൽ ലക്കം ഇറങ്ങി കൊടുത്തിട്ടുണ്ട്, സുരേന്ദ്രൻ വിജയിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നീട് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയപ്പോൾ പിണറായി ആയിട്ടുള്ള ധാരണയായി, കച്ചവടമായി, കിട്ടാവുന്ന പൈസ അടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമായി. BJP വളർത്തലല്ല സുരേന്ദ്രന്റെ പരിപാടി എന്ന് മനസ്സിലാക്കിയോടുകൂടി ആണ് നമ്മൾ അതിനകത്ത് പിന്മാറുന്നത്. അപ്പോൾ ഇവിടെ സുരേന്ദ്രനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ BJPയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ആള് BJP നിൽക്കുന്നത് BJPയെ നശിപ്പിക്കുന്നത് തുല്യമാണ്. ഇവിടെ പിണറായി വിജയനെ സംരക്ഷിച്ചു ആസനം താങ്ങിയാണ് പിണറായി സുരേന്ദ്രൻ. പിന്നെ പണത്തോടുള്ള വല്ലാത്ത മോഹം. പണ്ട് സുരേന്ദ്രൻ BJPയുടെ നേതാവായി, സെക്രട്ടറി, യുവമോർച്ച പ്രസിഡന്റൊക്കെ ആയി സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ ഉണ്ടായിരുന്ന സുരേന്ദ്രനല്ല, ഇപ്പൊ കോടീശ്വരനായ സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന് വിദേശത്ത് യൂസഫ് അലിയുടെ കമ്പനി പോലും അനധികൃത നിക്ഷേപം ഉണ്ടെന്ന് BJPക്കാരാണ് പ്രചരിപ്പിക്കുന്നത്, നമ്മളല്ല. കോടിക്കണക്കിന് രൂപ പിണറായി വിജയനുമായിട്ടുള്ള സെറ്റിൽമെന്റിൽ, പല കേസുകളിലും സെറ്റിൽമെന്റിൽ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാമപിള്ള സാറൊക്കെ BJP പോകാനൊരു കാരണക്കാരൻ സുരേന്ദ്രനാണ്. അതും സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും സുരേന്ദ്രൻ ഇത്തവണ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തിലും ഒരു കണക്കൂട്ടൽ BJP അവിടെ വിജയിക്കണം. പക്ഷേ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഞാൻ കണക്കൂട്ടുന്നു സുരേന്ദ്രനെ മഞ്ചേശ്വരത്തേക്ക് തോൽക്കാൻ തന്നെ പറഞ്ഞു വിട്ടാന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. അതും ആവാം. കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായിണ്ടാവും ഇയാൾ അവിടെ പോയി തോൽക്കട്ടെ, ഈ ഭാഗത്ത് ഈ ശല്യം ഉണ്ടാവില്ല, മറ്റുള്ളവരെ നിന്ന് വെട്ടാൻ നടക്കില്ല, ശോഭാ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ തോൽപ്പിക്കാൻ നടക്കില്ല. അങ്ങനെ ഒരു കുശാഗ്ര ബുദ്ധിയുള്ള, ഒരു പ്രതികാര ബുദ്ധിയുള്ള ആളാണ് സുരേന്ദ്രൻ.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പം സുരേന്ദ്രൻ വിജയിക്കണം എന്ന് ഇനി നടക്കണമെങ്കിൽ അവിടെ കീഴ്മയിൽ മറിയേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP യെ ഉടച്ചു വാർത്ത് രണ്ടാമത് ശരിയാക്കി എടുക്കേണ്ടി വരും. അല്ലെ സുരേന്ദ്രൻ ഈ പൈസ ഉണ്ടാക്കിയ പൈസയൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ച് ഞാൻ തെറ്റുകാരനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തു പോയി BJP-ന്റെ പേരിൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നത്. സുരേന്ദ്രന്റെ കാലത്ത് നഷ്ടപ്പെട്ടത് കാസർഗോഡ് ജില്ല BJP-ക്ക് സ്ട്രോങ് ഹോൾഡായിട്ട് വന്നാണ്, അത് നഷ്ടപ്പെട്ടു. പാലക്കാട് ജില്ല സ്ട്രോങ് ഹോൾഡായിട്ട് വന്നാണ്, അത് നഷ്ടപ്പെട്ടു. ഈ രണ്ടും നഷ്ടപ്പെടുകയായി, വളർത്തുകയല്ലേ ചെയ്ത് സുരേന്ദ്രന്റെ കാലത്തല്ലേ തിരുവനന്തപുരത്ത് നിയമം അടക്കം പോയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റും പോയില്ലേ, ഒറ്റ സീറ്റിലല്ലോ. ഇപ്പൊ ഇത്തരം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീങ്ങുന്ന ഒരാളാണ്. പല സ്ഥലത്തും രാജീവ് ചന്ദ്രശേഖരനെ കൂട്ടാൻ വേണ്ടി നടന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ശ്രീലേഖയെ മാറ്റിയിട്ട് രാജേഷിനെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചുള്ള സുരേന്ദ്രനാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരനെ പോലും വെട്ടാൻ മുന്നിലിറങ്ങിയ സുരേന്ദ്രനെ രാജീവ് ചന്ദ്രശേഖർ വെട്ടാതിരിക്കും. അതിന്റെ ഭാഗമല്ലേ മഞ്ചേശ്വരത്ത് കൊണ്ടിട്ടത്. വീണ്ടും രാജീവ് ചന്ദ്രശേഖർ തോൽക്കണം ചിലപ്പോൾ ആഗ്രഹിച്ചാൽ കുറ്റം പറയണ്ട. കാരണം MLA-ക്കാൾ സ്ട്രോങ് ആയിട്ടൊരു മേയറേക്കാൾ സ്ട്രോങ് ആയിട്ടൊരു MLA വരുന്നത് രാജേഷിന് അപകടമാണ്. അത് കറക്റ്റാണ്.